വടക്ക് നേപ്പാളും കിഴക്ക് ബംഗാളും പടിഞ്ഞാറ് ഉത്തർപ്രദേശും തെക്ക് ജാർഖണ്ഡിന്റെയും ഒത്ത നടുവിൽ വിശാല ജനസഞ്ചയത്തെ ഉൾക്കൊള്ളുന്ന ബീഹാർ നളന്തയുടെ സാംസ്കാരിക പാരമ്പര്യവും സാമൂഹ്യ സമത്വ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും പേറുന്ന മണ്ണ്. ജഗ്ജീവൻ റാം മുതൽ കർപ്പൂരി ഠാക്കൂർ വരെയുള്ള ജനനേതാക്കളുടെ സ്മരണകൾ ഉറങ്ങുന്ന മണ്ണ്. സമകാലിക ഇന്ത്യയിൽ പട്ടിണിയുടെയും തൊഴിലില്ലായ്മയുടെയും നിലവിളികൾ ശക്തമാണ് ബീഹാറിൽ. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം കുടുംബാധിപത്യത്തിലേക്കും അധികാര ചിത്രം വ്യക്തി ആധിപത്യത്തിലേക്കും വഴുതി വീണ പതിറ്റാണ്ടുകൾക്കിപ്പുറം ബീഹാർ മറ്റൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. രാജ്യഭരണത്തെ പോലും നിർണ്ണയിക്കത്തക്ക വിധം നിർണായകമാണ് ഒരു മാസത്തിനിപ്പുറം നടക്കാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ്. നവംബർ 6-നും 11-നും 2 ഘട്ടങ്ങളിലായി ജനങ്ങൾ കുറിക്കുന്ന ബീഹാർ വിധി അറിയുന്നത് നവംബർ 14-നാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം മുതൽ രൂക്ഷമായ തൊഴിലില്ലായ്മ വരെ നീളുന്ന വിഷയങ്ങൾ സജീവ ചർച്ചയാകുമ്പോൾ ആര് നേടും ആര് വീഴും നോക്കാം. RD Extra. 2 ഘട്ടങ്ങളിലായാണ് ബീഹാറിൽ വോട്ടെടുപ്പ്. ആകെയുള്ള 243 സീറ്റുകളിൽ 121 മണ്ഡലങ്ങളിലായാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത് 122 മണ്ഡലങ്ങൾ. 243 അംഗ നിയമസഭയുടെ കാലാവധി നവംബറിലാണ് അവസാനിക്കുന്നത്. 7.43 കോടി വോട്ടർമാരാണ് ബീഹാറിൽ ആകെയുള്ളത്. ഇതിൽ 3.92 കോടി പുരുഷന്മാരും 3.5 കോടി സ്ത്രീകളുമാണ്. 14 ലക്ഷം പുതിയ വോട്ടർമാരുമുണ്ട്. 9712 പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റ് സൗകര്യമൊരുക്കും. ഒരു ബൂത്തിൽ വോട്ടർമാരുടെ എണ്ണം 1200-ൽ കൂടില്ല. വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം കളറിലാകും. മൊബൈൽ ഫോണുകളായുള്ള പ്രവേശനം പൂർണ്ണമായും തടയും. കനത്ത സുരക്ഷയിലായിരിക്കും തെരഞ്ഞെടുപ്പ്. കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ബീഹാറിൽ നടന്നത് വോട്ടർ പട്ടികയിലെ ശുദ്ധീകരണമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം 8 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. ജമ്മു കശ്മീരിലെ 2 സീറ്റുകളിലേക്കും രാജസ്ഥാൻ, ജാർഖണ്ഡ്, തെലങ്കാന, പഞ്ചാബ്, മിസോറാം, ഒഡീഷ എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. RD Extra ന്യൂസ് മലയാളം. NDA ഭരിക്കുന്ന ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും നിർണായകമാണ്. JDU പിന്തുണയോടെ രാജ്യം ഭരിക്കുന്ന BJPക്ക് ബീഹാർ നിലനിർത്തുക അതിപ്രധാനമാണ്. ബീഹാർ പിടിച്ചെടുക്കാനായാൽ രാജ്യഭരണത്തിൽ തന്നെ വിള്ളലുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. ബീഹാറിലെ പ്രാദേശിക പാർട്ടികൾക്ക് ഇത്തവണത്തേത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പരീക്ഷണശാലയായി മാറിയിട്ടുണ്ട് ബീഹാർ. SIR-ന് ശേഷം സംസ്ഥാനത്ത് വോട്ടവകാശമുള്ളത് 7.43 കോടി പേർക്കാണ്. SIR പ്രകാരം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 68,50,000 പേരാണ്. SIR വെട്ടിനിരത്തലല്ല, മറിച്ച് ശുദ്ധീകരണമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായീകരണം. ജനതാദൾ യുണൈറ്റഡ്, BJP പാർട്ടികൾ നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനെതിരെ രാഷ്ട്രീയ ജനതാദൾ, കോൺഗ്രസ് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം അണിനിരക്കുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും കന്നി അംഗത്തിനുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് 11 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ബീഹാറിലാകെയുള്ളത് 243 നിയമസഭാ മണ്ഡലങ്ങളാണ്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റുകൾ. നിലവിൽ അധികാരത്തിലുള്ള NDAയുടെ പക്കൽ 131 സീറ്റുകളാണുള്ളത്. പ്രതിപക്ഷത്തിരിക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ, അതായത് മഹാസഖ്യത്തിൻ്റെ പക്കൽ 111 സീറ്റുകളുണ്ട്. SIR-ലൂടെ റദ്ദാക്കപ്പെട്ട വോട്ടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും സ്വാധീനിച്ചേക്കാമെന്ന സ്ഥിതിയുമുണ്ട്. ആസിഫ് മുഹമ്മദ് ചേരുന്നുണ്ട് ഇത് സംബന്ധിച്ച വിശകലനങ്ങൾക്കായി. ആസിഫ്, എന്തായാലും ഇത് സീറ്റ് ചർച്ചകളും തർക്കങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ നടക്കുകയാണ്. എന്തായാലും ഇരു മുന്നണികളെ സംബന്ധിച്ചും ഏറ്റവും നിർണായകമാണ്. ഒന്ന് SIR-ന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്നത്. മറ്റൊന്ന് ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ നിതീഷ് കുമാറുമായുള്ള സഖ്യം അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക്, ആ പാർട്ടിയുമായുള്ള സഖ്യം അതിൻ്റെ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കടക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഇപ്പുറത്ത് ഇടത് പാർട്ടികൾക്ക് ഒരുപക്ഷെ ബീഹാറിൽ ഏറ്റവും അധികം സീറ്റുകൾ ഈ മഹാസഖ്യം നൽകുന്ന, അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയുണ്ട്. ഇങ്ങനെ പല പ്രത്യേകതകൾ നിറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും ഇരു മുന്നണികളെ സംബന്ധിച്ചും വലിയ നിർണായകമായ തിരഞ്ഞെടുപ്പാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം NDA സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ JDU-നെ സ്വാഭാവികമായും BJP കഴിഞ്ഞ ഒരു 15 വർഷത്തെ കണക്കെടുത്താൽ നമുക്ക് മനസ്സിലാകും. JDU-നെ BJP ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അവർ നിതീഷ് കുമാറിനെ അവർ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ സീറ്റ് നിലയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും JDU-ൻ്റെ സീറ്റ് നില എങ്ങനെയാണ് താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.
അതിൻ്റെ കണക്കുകൾ നോക്കിയാൽ നമുക്ക് 2010 JDUവിന് 115 സീറ്റുണ്ടായിരുന്ന JDU ആണ്. അത് 2015 വരുമ്പോൾ 71, 2021 വരുമ്പോൾ 43 സീറ്റായി ചുരുങ്ങുന്നുണ്ട്. പക്ഷേ BJPയുടെ സീറ്റിൻ്റെ വർധനവ് വലിയ രീതിയിൽ ഉണ്ടാകുകയും ചെയ്യുന്നു. പക്ഷേ അപ്പോഴും BJP നിതീഷ് കുമാറിനെ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിലനിർത്തുന്നത്. അത് ദേശീയ രാഷ്ട്രീയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലടക്കം JDUവിനെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ അതിൽ ഹർഷൻ ചൂണ്ടിക്കാണിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു പക്ഷേ ഇത് ഇത്തവണ ആ വിഴുങ്ങൽ പൂർത്തിയാകുകയും JDUവിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കൊരു അപ്രമാദിത്വം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചോളം ഇത്തവണ സീറ്റ് വിഭജനം അത് മനോഹരമായി പൂർത്തിയാക്കിയാൽ അവർക്ക് കൂടുതൽ എളുപ്പമാകുന്നതിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വലിയ നേട്ടമുണ്ടാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ചെറിയ മുറിവുറുപ്പുകളുണ്ട്. കാരണം RJDയെ സംബന്ധിച്ചോളം RJD പറഞ്ഞ 50 സീറ്റുകൾ കോൺഗ്രസിന് ഞങ്ങൾ നൽകാം. ആ 50 സീറ്റുകളിൽ കോൺഗ്രസ് ഒരു മെച്ചപ്പെട്ട വിജയം നേടി വരികയാണെങ്കിൽ ഈ മഹാസഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. നമുക്കറിയാം കഴിഞ്ഞ തവണ വലിയ തർക്കമുണ്ടായി. കോൺഗ്രസ് സീറ്റുകൾ ചോദിച്ചു വാങ്ങി. പക്ഷേ അതിൽ അടിസ്ഥാനത്തിലൊരു വിജയം സമ്മാനിക്കാൻ കോൺഗ്രസിന് ആ സഖ്യത്തിൽ കഴിഞ്ഞില്ല. പക്ഷേ ഇടത് പാർട്ടികളെ സംബന്ധിച്ചോളം CPIM അടക്കമുള്ള പാർട്ടികൾ അവർക്ക് കൊടുത്തതിൽ വലിയ ഭൂരിപക്ഷം സീറ്റുകളും വിജയിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു. CPM-ഉം CPI-യും സമാനമായ സാഹചര്യം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇടത് പാർട്ടികൾക്ക് കൊടുത്ത സീറ്റുകൾ അവർ സുരക്ഷിതമായി അത് വിജയിച്ചു വരുന്ന ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഈ സീറ്റ് തർക്കവും അധികാര വലിയും കഴിഞ്ഞ തവണ കോൺഗ്രസും RJDയും തമ്മിൽ നടന്നത് ഒരു ക്ഷീണമുണ്ടാക്കി. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു അധികാര വടംവലിയിലേക്ക് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും അടക്കം നടത്തിയ റാലികളടക്കം അത് വലിയ രീതിയിൽ അവിടെ ഗുണം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. പ്രധാനമായും കോൺഗ്രസ് ഊന്നുന്ന 2 വിഷയങ്ങൾ എന്ന് പറയുന്നത് അത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിഷയങ്ങൾ ഊന്നി കാണിക്കുന്നുണ്ട്. ബീഹാറിൽ നടത്തിയ വമ്പൻ പ്രഖ്യാപനങ്ങളുണ്ട്. ആ വമ്പൻ പ്രഖ്യാപനങ്ങൾ എവിടെയെന്നുള്ള ചോദ്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വികസന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ രീതിയിലാണ് കോൺഗ്രസിൻ്റെ പ്രചാരണം മുന്നോട്ട് പോവുക. കോൺഗ്രസിൻ്റെ ഇത് പറയുന്നത് ശരിയല്ല, മഹാസഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചാരണം മുന്നോട്ട് പോവുക. പക്ഷേ BJP 2 പോയിന്റുകളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണമാണ് നടത്തുക എന്നവർ ഇപ്പോൾ തന്നെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒന്ന് ഓപ്പറേഷൻ സിന്ദൂരും മറ്റൊന്ന് GST പരിഷ്കരണം. മറ്റ് പ്രാദേശിക വിഷയങ്ങളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിന് വേണ്ടിയുള്ള ശ്രമം BJP NDA ക്യാമ്പ് അത് ഈ പതിവ് ബീഹാർ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ 2015 ഡൽഹിയിൽ സംഭവിച്ചത് 2025 ബീഹാറിൽ സംഭവിക്കും എന്നാണ് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ഇരുപക്ഷത്തു നിന്നുമുള്ള വോട്ടുകളെ സ്വാധീനിക്കും എന്ന് കരുതപ്പെടുന്നവരുമുണ്ട്. അതേത് തരത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക? തീർച്ചയായും ഈ അങ്ങനെയുള്ള വോട്ടുകൾ അത് എങ്ങോട്ട് ചിതറിപ്പോകും എന്നുള്ളത് അത് കണ്ടു തന്നെ അറിയേണ്ട ഒരു ഘട്ടമാണ്. പക്ഷേ അത് സ്വാഭാവികമായും അത് ഒരു പക്ഷേ അത്തരത്തിലുള്ള വോട്ട് ചിതറൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തെ ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. മാത്രമല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഇപ്പോൾ തന്നെ 12 സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു തരത്തിലുമുള്ള ഭാഗമാവില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള വോട്ട് ചിതറൽ അത് ഒരു പക്ഷേ അത് ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ബാധിക്കുമോ എന്നുള്ള ആശങ്ക അവർക്കുമുണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ അതിന് മുമ്പോടിയായി കൂട്ടത്തിൽ നിർത്താൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും കൂടെ നിർത്താനുള്ള ഒരു ശ്രമമായിരിക്കും ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. പക്ഷേ NDA സഖ്യത്തെ സംബന്ധിച്ചോളം നിലവിലുള്ള പ്രധാനപ്പെട്ട 3 പാർട്ടികളുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനം പൂർത്തിയാക്കി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ അവർ മുന്നോട്ട്. എന്തായാലും ഓർക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അധികം സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ പാർട്ടി അവിടെ അധികാരത്തിലില്ല. അതായത് എണ്ണക്കണക്ക് നോക്കിയാൽ ഒരൊറ്റ പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് RJD ആണ്, 75 സീറ്റ്. അതിന് പിന്നിൽ മാത്രമാണ് BJP 74 സീറ്റുകൾ നേടിയെത്തിയത്. അതിനും പിന്നിലാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി ഉള്ളത്. ഇതാണ് ആ സംസ്ഥാനത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും സംസ്ഥാനം കടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടത് ചിരാഗ് പാസ്വാൻ്റെ ഇടപെടലാണ്. മറ്റൊന്ന് നിതീഷ് കുമാറിൻ്റെ കാലം ഏതാണ്ട് അവസാനിക്കാറായി എന്ന മട്ടിലൊക്കെയുള്ള ചർച്ചകളും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് BJP തന്നെ ആ നിതീഷ് കുമാറിന് പകരം ബീഹാറിൽ നിന്നുള്ള കരുത്തൻ എന്ന നിലയ്ക്ക് ചിരാഗ് പാസ്വാനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ചിരാഗ് പാസ്വാൻ നരേന്ദ്രമോദിയുമായി ഏറ്റവും അടുപ്പമുള്ള നേതാവായി നിലനിൽക്കുന്നു. അതുകൊണ്ട് കൂടുതൽ പരിഗണന ചിരാഗ് പാസ്വാന് കൊടുക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴും നിതീഷ് കുമാറിന് കയ്യിൽ MP-മാർ 12 പേരുണ്ട് എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പത്തിൽ നിതീഷ് കുമാറിനെ അങ്ങനെ ഒതുക്കിക്കൊണ്ട് ആ മുന്നണിയുടെ പ്രയാണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല SIR അടക്കം നടപ്പാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വോട്ട് ചോരി അടക്കമുള്ള ഗുരുതര
ഗുരുതരമായ ആരോപണങ്ങൾ പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം അനിവാര്യമാണ്. തീർച്ചയായും തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങൾക്ക് കൂടി ഒരു ഘടകമാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ബീഹാറിലേത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ തയ്യാറെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തീർച്ചയായും ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ നിമിഷവും അതിൻ്റെ ഓരോ പുരോഗതിയും നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തി തന്നെ പോകാം. രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ അരങ്ങൊരുങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വമ്പൻ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് ഇരു മുന്നണികളും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചില വാഗ്ദാനങ്ങൾ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയും വെച്ചിട്ടുണ്ട്. സമഗ്ര വോട്ടർ പരിഷ്കരണം നിങ്ങളുടെ വോട്ടുകൾ കവർന്നെടുക്കാനാണ് എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിൻ്റെ തെരുവുകളിൽ നടന്നത്. അതിന് ഫലം കാണുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ തവണ കോൺഗ്രസ് പോക്കറ്റിൽ നിന്നുൾപ്പെടെ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചു പിടിക്കാനാവുമോ? സൗജന്യ പെരുമഴയിലും വികസന പ്രഖ്യാപനങ്ങളിലും വീണ്ടും താമര അവിടെ വിരിയുമോ ബീഹാറിൽ? JDU പിന്തുണയിൽ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കടക്കം ബീഹാർ വിധി അതിനിർണായകമാകുമെന്നതിനാൽ തന്നെ അങ്ങേയറ്റം ആവേശമുണ്ടാക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. RDX ഇവിടെ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.